കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവി. കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലു കൊണ്ട് നൂലി കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ നദിയില് കൊണ്ടാൽ പാറകല്ലും പൊട്ടും. നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻറോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ? സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ? സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ? നിന്റെ പേര് കവിതയോ? രാത്രി ഉറക്കം കെടുത്താനായി നീ മാടൻ മറുതയോ? നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണായി വെറുതയോ? എന്ത് ചാരമായി കിട്ടുന്നോ നിന്ന് ഫീനിക്സ് പറവയോ? നിന്റെ പേര് കവിതയോ? രാത്രി ഉറക്കം കെടുത്താനായി നീ മാടൻ മറുതയോ? നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണായി വെറുതയോ? എന്ത് ചാരമായി കിട്ടുന്നോ നിന്ന് ഫീനിക്സ് പറവയോ? കറുപ്പറാണി പേരാണി എന്നെ തളകനടിച്ച ആണി, നിന്റെ കണ്ണ് പെട്ടത് മൂലം പോലും ഞാനി അരികി വാങ്ങി അതര മധുരം എനിക്ക് താങ്ങി. സ്വർഗവാതിന് വേണ്ടി നിന്റെ ദാഹം തീർക്കും പാനീയം, മോഹം തീർക്കുമോ നീയും? മോനലോവയെ മോഹലാവയെ എന്റെ നാളെ പ്രേമലീലയെ. മോനലോവയെ മോഹലാവയെ എന്റെ നാളെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ തീത്തോവനോ? നിന്നെ പെറ്റതേത് മഹാനോ? ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്നു വീഴാമോ? എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം. നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയിറങ്ങും ഞാൻ പറയാം. ഇല്ലല്ലോ ഇവിടെ വന്നിട്ട് പോയാ ഇത്രയെന്ന് പറയുന്നു. ഇവിടെ വന്നിട്ട് പോയാ 8000 പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കണം. ഈ ലോകത്തുള്ള 8 ലക്ഷം പേര് വന്നു കഴിഞ്ഞാൽ പരിപാടി സെറ്റ് ആവോ? അപ്പൊ പിരിച്ചുവിട്ടല്ലേ പറ്റൂ. എല്ലാരും വീട്ടിൽ പോവാ. വണക്കം 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 മക്കളെ. ഒറ്റ ഒരു ഇതേ പറയാനുള്ളൂ. ഇത് കണ്ടോ ടീഷർട്ടിന്റെ ഇതേ പറയാനുള്ളൂ. പരിപാടിയായി ഇതാണ് കാണിച്ചത്. എത്രയും ആൾക്കാർ ആ തൊഴിൽ വരെ 3 മണി വരെ തൊട്ട് ആൾക്കാർ ഈ സമയം വരെ തൊഴിൽ കെട്ടി കിടക്കായിരുന്നു. എന്നിട്ട് അവസാനം കാണിച്ചത് വെറും തന്നലെത്താൻ തന്നെയാണ്. വേടൻ ഇവിടെ വന്നു. ഇവിടെ മൈക്കൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരു സംഭവം സംഭവിച്ചു. ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചു. പിന്നെ അവ എങ്ങനെയാണ് പാടുന്നത്? ശ്രദ്ധിക്കുക, ഒരു ഗർഭിണിയായ ഒരു യുവതി അവശനിലയിലാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള വഴി ആംബുലൻസിലേക്ക് പോകാനുള്ള ഒരു വഴി അവിടെ ഉണ്ടാക്കി പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ്. കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക. ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക. ഞാൻ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, പോലീസിന്റെ ക്യാമറ ഇവിടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ആര് എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ സഹിതം തെളിവ് സഹിതം എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സമാധാനത്തോടു കൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്നും പയ്യെ പിന്തിരിയേണ്ടതാണ്. ഒരു പ്രശ്നത്തിനും ബാരിക്കേഡുകൾ അവരെ സ്ട്രെച്ചറുകളോ ഒന്നും തകർക്കാനോ ഒന്നും നിൽക്കരുത്. പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഈ പരിപാടിയുടെ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമുക്ക് വരുവർഷങ്ങൾ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വേടന്റെ പരിപാടി നിർത്തിയതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കരുത്. സമാധാനത്തോടു കൂടി പിരിഞ്ഞു പോകേണ്ടതാണ്. പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി പറയുകയാണ്. പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങൾ. ഒന്നുകൂടി പറയുകയാണ്, എല്ലാവരും പോലീസ് ക്യാമറ നിരീക്ഷണത്തിലാണ്.
സ്റ്റേജിന്റെ പുറകു ഭാഗത്ത് നിൽക്കുന്നവർ റോഡിൽ കൂടി ബാക്കിലോട്ട് പോകേണ്ടതാണ്. സ്റ്റേജിന്റെ പുറകു ഭാഗം കൂടിയുള്ളവർ ആദ്യം പുറകു വശത്ത് നിന്നുള്ളവർ പോകേണ്ടതാണ്. തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേജിലേക്ക് ചെളിവാരി എറിയുന്ന തുടങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കുക. മുഴുവൻ ക്യാമറയുണ്ട്. പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അനാവശ്യമായ പ്രവൃത്തികൾ ഏർപ്പെടാതിരിക്കും. സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചതെന്നാണ്. അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് കോടതിയുടെ ഓർഡർ പ്രകാരം CMSI നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു സ്റ്റുപ്പിഡായിട്ടൊരു റീസണാണ്. കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻ്റ് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാം വെച്ചാണ്. അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ 8000 പേര് എന്ന് പറയുന്നത് ഒരിക്കലും അതൊന്നുമല്ല. നമ്മൾ 1,00,000 പേര് കൂടുതൽ എന്തായാലും ഇവിടെ ആൾക്കാർ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം. അത് പറ്റില്ല. കോടതിയുടെ ഓർഡർ 8000 പേര് കൂടുതൽ വന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റുപ്പിഡ് ആക്കരുത്. പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മളിവിടെ സംഘാടകരോട് ചോദിച്ചപ്പോൾ കിളിമാനൂർ CAയും SIയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട്. 8000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം വേടൻ ഇവിടെ ഇന്ന് വന്ന് ആൾറെഡി ടെസ്റ്റിംഗ് എല്ലാം ചെയ്തതാണ്. അപ്പോൾ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. പ്രോഗ്രാം ഓൾറെഡി കൺഫേംഡ് ആണ്. ഇവിടെ ഒന്ന് ടെസ്റ്റ് എല്ലാം ചെയ്തതാണ്. ഇപ്പോൾ ഈ പരിപാടി നടക്കാത്തതിൻ്റെ കാരണം ഇവിടെ പ്രോഗ്രാം പ്രോപ്പറായിട്ടൊരു കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. അത് ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരെയും നമ്മൾ പല ആൾക്കാർ എറണാകുളത്തു നിന്നും പാലായിൽ നിന്നും എവിടെ നടന്ന പത്തനംതിട്ട, തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് പല ആൾക്കാരും ഉണ്ട്. ഇത്രയും ദൂരത്ത് നിന്ന് ആൾക്കാർ വന്ന് ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ട് ഇത്രയും ആശയപ്പെടുന്നു. ഇത് എക്സാക്ട്ലി എക്സ്ട്രാ നടത്തേണ്ട പരിപാടിയാണ്. ആ പ്രോഗ്രാമാണ് ഒരു പോസ്റ്റ്പോൺ ചെയ്ത് ടുഡേ ആക്കിയത്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുമ്പോഴും 8000 പേര് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവർക്ക് ജസ്റ്റ് അതിന് മുന്നേ ക്യാൻസൽ ചെയ്യാമായിരുന്നു. മറ്റുള്ളവരോ ഉറപ്പായിട്ടും 20,000 മേലെ സുഖമായിട്ട് ഇത്രയും വലിയ ആൾക്കാർ, അത് ഇത്രയും വലിയൊരു പറമ്പിട്ട തന്നെ അവർ പറഞ്ഞ എത്ര ലക്ഷം ആൾക്കാർ വന്നു കഴിഞ്ഞാലും കാണാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. എന്നിട്ട് 8000 പേരെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗർഭിണിയായ ഒരു സ്ത്രീയെ അതിനിടയിൽ നിന്നിട്ട് അവർ അത്രയും ബുദ്ധിമുട്ടി നിന്നിട്ട് വേടന്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെല്ലാം കുഞ്ഞു കുട്ടികൾ വരെ കുഞ്ഞു മക്കൾ വരെ എത്ര മണിക്കൂറാണ് ഇവിടെ വെയിറ്റ് ചെയ്ത്. ഈ തൊളി ഇത് കാണുന്നില്ല നിങ്ങൾ, ഈ തൊളി ഇത്രയും ചവിട്ടി നമ്മൾ അതിനകത്ത് നിന്നിട്ട് ഇത്രയും മണിക്കൂർ നിന്നിട്ട് അത് തന്നെ കാര്യം. കാരണം ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിക്കാൻ ഇഞ്ഞു വാ